അത്യന്തം നീചമാണ് ഈ രാഷ്ട്രീയ നീക്കം. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. CPIM-നെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ സംഘപരിവാർ ശക്തികളും അവരുടെ ഒപ്പം നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഒരുമിച്ച് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നീക്കം എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. CPIM-നെ തകർക്കാൻ കേരളത്തിൽ ജനങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങി ഇതിനെ നേരിടും. CPIM-നെ ഭയപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ പുല്ലാണ് ഞങ്ങൾക്ക് ഈ നീക്കങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇതിലും വലിയ അടിച്ചമർത്തൽ നേരിട്ട് വളർന്നു വന്നതാണ് CPIM. CPIM-ന്റെ നേതാക്കളെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് നേതാക്കളെ തകർത്താലേ CPIM-നെ തകർക്കാൻ പറ്റൂ എന്നാണ്. അത് നടക്കാൻ പോകുന്നില്ല ഈ കേരളത്തിൽ എന്നുള്ളത് ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും. BJP-യുടെ ഒരു എക്സ്റ്റൻഡഡ് പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റായി ED മാറിയിരിക്കുകയാണ്. എന്തധികാരം ഉപയോഗിച്ചാണ് ED ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്? എന്ത് അധികാരമാണ് നിയമപരമായിട്ട് EDക്കുള്ളത്? ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യും. ഞങ്ങൾ നിയമപരമായി രാഷ്ട്രീയമായി ജനങ്ങളെ അണിനിരത്തി ഇതിനെ നേരിടാൻ പോവുകയാണ്.